കടോൽക്കജന്റെ വിസ്മയഗാഥയിലെ 5-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ ഈ പരമ്പരയുടെ ആരാധകരായി മാറിയതിൽ വലിയ സന്തോഷം. നിങ്ങൾ ഏത് എപ്പിസോഡ് മുതലാണ് നമ്മളോടൊപ്പം ചേർന്നത് എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ? കാലം ആർക്കും വേണ്ടി കാത്തുനിന്നില്ല. പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസവും അവസാനിച്ചു. ഹസ്തിനപുരിയിലെ അധികാരത്തിനു വേണ്ടിയുള്ള തർക്കം പരിഹരിക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മുൻകൈയെടുത്തെങ്കിലും ദുര്യോധനന്റെ ധിക്കാരം സമാധാനത്തിനുള്ള എല്ലാ വാതിലുകളും അടച്ചു. ഒടുവിൽ ധർമ്മരക്ഷയ്ക്കായി ഒരു മഹായുദ്ധം അനിവാര്യമായി തീർന്നു. കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധകാഹളം മുഴങ്ങി. വനത്തിനുള്ളിലെ തന്റെ കൊട്ടാരത്തിലിരുന്ന് കടോൽക്കജൻ ഈ വാർത്തയറിഞ്ഞു. തന്റെ അച്ഛനായ ഭീമസേനനും മറ്റു പാണ്ഡവരും നീതിക്കു വേണ്ടിയുള്ള പോരാട്ടത്തിനിറങ്ങുമ്പോൾ തനിക്ക് മാറി നിൽക്കാൻ കഴിയില്ലെന്ന് ആ വീരൻ ഉറപ്പിച്ചു. അവൻ തന്റെ പടച്ചട്ടയണിഞ്ഞു. ഭീമൻ നൽകിയ ആ വലിയ ഗദ കയ്യിലെടുത്തു. തന്റെ അമ്മയായ ഹിഡിംബിയുടെയും പത്നിയായ അഹിലാവതിയുടെയും അനുഗ്രഹം വാങ്ങാൻ അവൻ ചെന്നു. ആ യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. തന്റെ അച്ഛനോടുള്ള സ്നേഹവും ധർമ്മത്തോടുള്ള പ്രതിബദ്ധതയും അവനെ നയിച്ചു. കടോൽക്കജൻ തന്റെ രാക്ഷസ സൈന്യത്തെ വിളിച്ചുകൂട്ടി. മലയോളം വലിപ്പമുള്ളവരും ആകാശത്ത് പറക്കാൻ കഴിയുന്നവരും പലതരത്തിലുള്ള മായാവിദ്യകൾ അറിയുന്നവരുമായ ആയിരക്കണക്കിന് രാക്ഷസ വീരന്മാർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനൊപ്പം ചേരാൻ തയ്യാറായി. യാത്ര തിരിക്കുന്നതിനു മുൻപ് കടോൽക്കജൻ തന്റെ മകനായ ബാർബരിക്കനെ അടുത്തു വിളിച്ചു. യുദ്ധത്തിന്റെ ഭയാനകതയെക്കുറിച്ചും ധർമ്മം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവൻ മകനോട് സംസാരിച്ചു. ഒടുവിൽ വനദേവതമാരെയും മാതാവിനെയും വണങ്ങി ആകാശത്തോളം ഉയരത്തിൽ വളർന്ന് തന്റെ സൈന്യത്തോടൊപ്പം കടോൽക്കജൻ കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ഭാരതമണ്ണിലെ ഏറ്റവും വലിയ യുദ്ധക്കളത്തിൽ ഈ വനവീരന്റെ വരവുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഭീമൻ തന്റെ മകനെ എങ്ങനെ സ്വീകരിക്കും? അത്ഭുതങ്ങൾ നിറഞ്ഞ ആ കാഴ്ചകൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.